ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ എത്തിയിട്ടുള്ളത് ഒരു കപ്പ ചില്ലി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കപ്പ ചില്ലി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് ഒരു കപ്പ എടുത്തിട്ടുണ്ട്. അതൊരു സ്ലൈസ് ചെയ്തിട്ട് ഉപ്പിട്ട് വേവിച്ചതാണ്. മുക്കാൽ ഭാഗമേ വെന്തിട്ടുള്ളൂ, കൂടുതലായിട്ട് വേവണ്ട. അതിന് ശേഷം അതെടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യും. അതിനുശേഷം നമുക്കൊരു കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരിത്തിരി വെള്ളം കൈ ഒന്ന് നനച്ചിട്ട് ഒന്ന് കൂട്ടി കുഴച്ചിട്ടുണ്ട്. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ ഞാൻ വിട്ടു പോയതാണ്. അധികമൊന്നും വെള്ളം ഒഴിക്കണ്ട, കുറച്ച്. ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കുമ്പോൾ നമുക്ക് കുഴച്ച് വെച്ചത് ഇട്ടെടുക്കാം. മസാല പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് നനച്ചാൽ മതി. കൈ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എനിക്കറിയില്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. മാക്സിമം ഞാൻ നന്നാക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്താ എനിക്കറിയില്ല, ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോന്ന് അറിയില്ലല്ലോ. പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യാം, ജിഞ്ചർ ഗാർലിക്. പിന്നെ കറിവേപ്പില, കറി ലീവ്സ്. പിന്നെ ഒരു തക്കാളി, ടൊമാറ്റോ സ്ലൈസ് ചെയ്തതാണ്. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, അത് സ്ക്വയർ ആകൃതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്യാം. ഒനിയൻ, ശേഷം ആവശ്യത്തിന് സോൾട്ട്, ഉപ്പ്. അതിനുശേഷം 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ശേഷം 1 ടീസ്പൂൺ സോയാ സോസ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഈ റെസിപ്പി, നല്ല ടേസ്റ്റാണ്. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ച കപ്പ അതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം എരിവിന് വേണ്ടി 1 ടീസ്പൂൺ മുളക് പൊടി, റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് 1/2 കപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഒരു ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തിട്ട് അതും ഇട്ടിട്ടുണ്ട്. വെള്ളം ഒരു 1/4 കപ്പ് ആണ് ഞാൻ ഒഴിച്ചെങ്കിലും കൂടിയിട്ട് നിങ്ങൾക്ക് 1/2 കപ്പിൻ്റെ മേലെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറച്ചും കൂടെ ഗ്രേവി കിട്ടും. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഉണ്ടാക്കി വെച്ചതേ അറിയുള്ളൂ, അപ്പോഴേക്കും മക്കളതെടുത്ത് കാലിയാക്കി. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.